എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അപർണ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നിരഞ്ജന ഈ വീട്ടിലേക്ക് ഒരു കാരണവശാലും കയറി വരില്ലെന്ന് വിചാരിച്ച അവൾ അങ്ങനെ വലതുകാല് വെച്ച് കയറുകയും ചെയ്തു. എല്ലാം ജാനകി അബിയുടെ എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഒരു കാരണവശാലും അജയുമായിട്ട് അവൾക്കൊരു ജീവിതം ഉണ്ടാവരുതായിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം നിരഞ്ജനോടുള്ള സമാധാനം പോയി. ആ സമയത്താണ് സുമംഗല മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. അപ്പൊ സുമംഗല മുത്തശ്ശിനെ നിർത്തി പൊരിക്കുകയാണ് അപർണ. ഇനിയിപ്പം മുത്തശ്ശി ഇനിയിപ്പോ ഒറ്റപ്പോട് കണ്ടു. ബാക്കി രണ്ട് മരുമക്കളും ഉണ്ടല്ലോ, ആ നിരഞ്ജനെ ജാനിയടുത്തി ഒന്നായി. ഇനിയിപ്പം കണ്ടു ഇവിടെ എല്ലാരും കൂടെ കൂട്ടിയിട്ട് മുത്തശ്ശിക്ക് പാര പണിയോളെന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ സുമംഗല മുത്തശ്ശി പറഞ്ഞു, അതൊന്നും നടക്കാൻ പോകുന്നില്ല മോളെ. അതെ, ആ നിരഞ്ജന ഇപ്പൊ ജാനിയോട് ഇത്ര അടുത്തിരിക്കുന്ന കാരണം എന്താണെന്നറിയോ? അവളുടെ കല്യാണം നടത്താനായിട്ടെ എല്ലാത്തിനും കൂട്ടുന്ന ജാനികില്ലേ, അതുകൊണ്ടാ 10 ദിവസം കഴിയുമ്പത്തേന് അതും കൂടെ മാറിക്കോളും. നിരഞ്ജനെയൊക്കെ കയ്യിലെടുക്കാനായിട്ട് ഈ സുമംഗല മുത്തശ്ശിക്ക് അറിയാന്ന് പറയണം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, കയ്യിലെടുത്താ മതി, അവള് വക്കീലിന്റെ മോളാ, അറിയാലോ. ഏത് വക്കീലിന്റെ മോളാണെങ്കിലും അവളെ കയ്യിലെടുക്കാൻ എനിക്കറിയാന്ന് പറയാ. അല്ലെ നീ കണ്ടോ അപർണെ, 10 ദിവസത്തിനുള്ളില് അവള് എന്റെ ഒപ്പം നിൽക്കുമെന്ന് പറയണം. കണ്ടാ മതി എന്ന് പറഞ്ഞ അപർണ അങ്ങോട്ട് കയറിപ്പോവാണ്. ഈ സമയം മുത്തശ്ശി മനസ്സിൽ പറഞ്ഞു, ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവളെ കയ്യിലെടുക്കണം, അവൾ ആ ജാനയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവളാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം മുറിയിലേക്ക് നിരഞ്ജന എല്ലുവാണ്. അപ്പൊ അജയ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അജയുടെ അടുത്ത് നിന്നിട്ട് ഇതെന്താ അജയ്, നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണം. അല്ല, കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് അതിൻ്റെതായ ഒരു സന്തോഷമൊന്നും കാണുന്നില്ലോ എന്ന് പറയാം. അതൊന്നും ഇല്ല, അറിയാലോ, കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതിൻ്റെതാന്ന് പറയണം. ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടല്ലോ, നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലോ. ഈ കല്യാണത്തിന് വേണ്ടി എത്രമാത്രം റിസ്ക് ഞാൻ എടുത്തെന്നറിയോ. അവസാന നിമിഷത്തിൽ ഞാൻ പേടിച്ചു പോയി. ഈ കല്യാണം മുടങ്ങി പോകാന്നോർത്തിട്ട് സർവ്വ ദൈവങ്ങളെയും വിളിച്ചു. എവിടെയൊക്കെ നേർച്ചുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് അജയ് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു പറയണം. ഇത് കേട്ടത് അജയ് ഭയങ്കര സ്നേഹത്തോടു കൂടി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ, ഞാൻ നിന്നെ ചതിക്കും നീ വിചാരിച്ചു എന്ന് ചോദിക്കും. അങ്ങനെയില്ല, അജയ്ക്കിനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചെന്ന് പേടിച്ചെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, ഒരാപത്ത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിരഞ്ജനെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ സ്നേഹപ്രകടനങ്ങളൊക്കെ അജയ് നടത്തുവാണ്. പ്രത്യേകിച്ച് ഒരു സംശയം തോന്നിയില്ല. കാരണം ആ സമയത്ത് അജയുടെ മനസ്സിലുണ്ടായിരുന്ന ഹണി റോസിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവള് തിരിച്ചു പോയോ, ഇനിയിപ്പോ എങ്ങനെയായെന്നും അറിയത്തില്ല. അവളെ ഒന്നും വിളിക്കാനും പറ്റിയിട്ടില്ല. അവളെ വിളിക്കാൻ പറ്റില്ലല്ലോ, കാരണം നിരഞ്ജന മുറിയിലുണ്ട് താനും. ആ ഒരു ടെൻഷനായിരുന്നു അജയുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ശരണിനാണെങ്കിൽ അതിനേക്കാളും വേണ്ടി ടെൻഷനായിരുന്നു. കാരണം അജയ് അങ്ങനെ നിരഞ്ജനയുടെ കഴുത്തിൽ താലി ആർത്തിയിരിക്കുന്നു. പക്ഷേങ്കിൽ ആ ഹണി റോസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് ഇതുവരെ ആയിട്ടും പറയാൻ സാധിച്ചിട്ടില്ല. തന്റെ ജീവിതം തകർത്ത് തരിപ്പണായിപ്പോയിരിക്കുന്നത്. താൻ ഇതൊക്കെ നേരത്തെ നോക്കേണ്ടതായിരുന്നു. ഒരുപക്ഷെ അമൃതയോട് ആദ്യം തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവായിരുന്നില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും തന്റെ നിരപരാധം അമൃതേനെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഇനിയിപ്പോ തനിക്ക് അവളെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കുടുംബ കോടതിയിലൊക്കെ കേസ് പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഡിവോഴ്സും കാര്യങ്ങളോ അമൃതേനെ തനിക്ക് നഷ്ടപ്പെടും. അതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല ശരണിന്. ആ സമയത്ത് ഹേമ നിരഞ്ജനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ സുഖമാണല്ലോ, കുഴപ്പമൊന്നും അല്ലേന്ന് ചോദിക്കണേ. എന്താ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ ജാനിയടുത്തെയും അമ്മയൊക്കെ ഉണ്ടല്ലോ, നല്ല സ്നേഹത്തോട് തന്നെ അവര് പെരുമാറുന്നു പറയണം. അതെ, അറിയാലോ, ഈ വീട് പോലല്ല, പുതിയൊരു വീട്ടിലേക്ക് നീ ചെന്നിരിക്കുക. അതൊക്കെ എനിക്കറിയാമേ. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എന്റെ ജാനിയടുത്ത് കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പാണെങ്കിലും ജാനിയടുത്ത് എന്നോടൊപ്പം നിന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഇല്ല എന്ന് പറയണം. അങ്ങനെയൊക്കെ കുറെ സമയം അമ്മയോട് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നിരഞ്ജന പുറത്തേക്ക് വരുവാണ്. ആ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകി വന്നിട്ട് ചോദിച്ചു, ആഹാ, വേഷമൊക്കെ മാറിയില്ലോ എന്ന് ചോദിക്കുകയാണ്. അതെ, വേഷമൊക്കെ മാറിയെന്ന് പറയാം. അതൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായത് ജാനിയടുത്ത് എന്ന് പറയാണ്. എന്ത് ചെയ്യാനാ, എനിക്ക് ഈ സാരിയൊക്കെ കൊടുത്തിട്ട് അതേ സമയം ഇരിക്കുന്നൊന്നും ഇഷ്ടമില്ല എന്ന് പറയണം. പിന്നീട് ജാനകി ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ തന്നെ പാലെടുത്തോണ്ട് വരാന്ന് പറയാം. പാലോ, അതിവിടെ നിൽക്കാൻ പറയാണ്. അപ്പത്തേനും നളിനി എന്ത് ചെയ്യണം, പാലെടുത്ത് ജാനകിയിലേക്ക് കൊടുത്തു. ജാനകി പാല് കൊണ്ടുവന്നിട്ട് നേരെ നിരഞ്ജനയെ കൈ കൊടുത്തിട്ടുണ്ട്. അതെ, ഈ പാല് കൊണ്ടാൻ പറയണേ, പാല് ഇതൊക്കെ ആവശ്യമൊക്കെ ഉണ്ടോന്ന് ചോദിക്കണം. പിന്നെ അല്ലാതെ അല്ല, ജാനിയടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ പാലൊക്കെ കൊണ്ടാണ് മുറിയിലേക്ക് കയറി പോയെന്ന് ചോദിക്കുക. എവിടെന്ന്, എനിക്ക് ആ പടി നിലവിളക്ക് മാത്രമേ കിട്ടിയുള്ളൂ ഗൃഹപ്രവേശന സമയത്ത്. അത് തന്നെ കിട്ടിയത് ഭാഗ്യം. പിന്നെ അറിയാലോ, പിന്നെ ഞാൻ നല്ലൊരു കുടുംബത്തിൽ നിന്നൊന്നും അല്ലല്ലോ വന്നേ, എനിക്ക് അത്രയും തന്നെ കിട്ടിയത് ഭാഗ്യമെന്ന് പറയാണ്. ഇത് കേട്ട നിരഞ്ജനയുടെ മുഖം വല്ലാത്ത സങ്കടമായിപ്പോയി. സാരമില്ല ജാനിയടുത്തി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അത് കുഴപ്പമൊന്നുമില്ല നിരഞ്ജനെ, എനിക്കറിയാലോ നീ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലാന്ന്. എനിക്കതിന് ടെൻഷനും ഇല്ല കേട്ടോ.
പക്ഷേ ഈ കുടുംബത്തിൽ വന്ന് കയറിയതിന് ശേഷം ഇന്ന് വരെ അഭിയേട്ടനെ എന്നെ കരയിച്ചിട്ടില്ല. കാരണം അഭിയേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കിയത്. ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും അഭിയേട്ടൻ എന്നോടൊപ്പം എന്നും നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു സന്തോഷമുണ്ട്. ഇത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം നമ്മുടെ ഭർത്താവാ. ആ ഒരു ചിന്ത എനിക്ക് എപ്പോഴും വേണം കേട്ടോ. അജയും നീയും തമ്മിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം. കാരണം എല്ലാവരെയും വെല്ലുവിളിച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത്. ഇവിടെയാണെങ്കിൽ ആർക്കും എന്നോട് അധികത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ മുൻകൈയിട്ട് ഇറങ്ങിയത് അറിയാലോ. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കല്. നല്ലവണ്ണം നിങ്ങൾ ജീവിച്ച് കാണിക്കുമെന്ന് പറയാ. ഇത് കേട്ട നിരഞ്ജന പറഞ്ഞു, ആ കാര്യത്തിൽ ജാനിയടുത്തേക്ക് ഒരു പേടിയും വേണ്ട കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ജീവിക്കുമെന്ന് പറയണേ. എൻ്റെ എത്ര കാലത്തെ ആഗ്രഹം എന്നറിയോ, അജയോ ഒപ്പമുള്ള ജീവിതം. ആ ഒരു ജീവിതം എന്ന് സാധ്യമായിരിക്കും എന്ന് പറയണം. എന്നാൽ ശരി, സന്തോഷത്തോടി ചെല്ലാനും പറഞ്ഞുകൊണ്ട് അവളെ അങ്ങോട്ട് കയറ്റി വിടുവാണ്. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അപർണയുടെ ഫോണിലേക്ക് തമ്പി വിളിക്കുകയാണ്. തമ്പി വിളിച്ചിട്ട് ശല്യമോളെ നീ എന്തെടുക്കുക? അച്ഛൻ എന്നോട് മിണ്ടാൻ പറയണ്ട. ആകെപ്പാടെ മനുഷ്യൻ സമനിലയിട്ട് ഇരിക്കുമെന്ന് പറയാണ്. നീ എന്താ ഈ സമനിലയിട്ടേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. പിന്നല്ലാതെ ഇന്ന് അവള് കയറിയ പടിയാണ് എനിക്കിട്ട് നല്ല അടിയെ തന്നിരിക്കുന്നത് ആ നിരഞ്ജനെന്ന് പറയാണ്. അല്ല അവളെന്ത് ചെയ്യുന്ന? അവള് ജാനിയടുത്തിട്ട് കഴിയുന്ന വിളക്ക് മേടിച്ചേ. അന്ന് എനിക്ക് ജാനിയടുത്ത് വിളക്ക് വരാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ അമ്മ വിളക്ക് തന്ന് എന്നെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റിയാൽ മതിയെന്ന്. അപ്പൊ അതിൻ്റെ കൂടെ തിരിച്ചടിയാൻ തോന്നേ. ഇന്ന് ജാനിയടുത്ത് വിളക്ക് തന്നാൽ മതി പോലും. അവള് വന്ന് കയറിയ ദിവസം തന്നെ എനിക്കിട്ട് പണിയാ. ഇപ്പൊ ഞാൻ ഈ കുടുംബത്തിൽ ആരും അല്ലാതായിരിക്കുന്ന പോലെ ഒരു തോന്നല്. ഇപ്പൊ ജാനകി നിരഞ്ജനെ ഒന്നാന്ന് പറയണം. എന്റെ മോളെ അതൊന്നും അത്ര നീ കാര്യമാക്കി എടുക്കണ്ട. ഇതൊക്കെ എത്ര നാളത്തിന് കാണും. ഉണ്ണിത്താൻ വക്കീലിന്റെ മോളല്ലേ. അതിപ്പോ ആ ഒരു നന്ദി പ്രകടനം, കല്യാണം നടത്തിയാലും നന്ദി പ്രകടനമാണെന്ന് പറയണം. എന്നാലും എനിക്കെന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ട് അടിയെന്ന് പറയണം. മോള് സങ്കടപ്പെടുന്നതും വേണ്ട. എത്ര കാലത്തേക്കാ മോള് ധൈര്യമായിട്ടിരിക്കുക. മോളെ അവിടെ മറികടന്ന് ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. എപ്പോഴും എന്തിനും ഏതിനും മോൾക്കായിരിക്കും അവിടെ സ്ഥാനക്കൂടല്. അത് ഞാൻ എന്തായാലും ഉറപ്പിച്ചോളാം. ഇപ്പൊ സൂര്യനാരായണൻ എന്നെ നല്ല വിശ്വാസമാണ്. ആ വിശ്വാസം ഒന്നുകൂടെ ഞാൻ ഊട്ടി ഉറപ്പിച്ചോളാം. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അധികം വൈകാതെ തന്നെ ആ നിരഞ്ജനയും ആ അജയനെയും കൂടെ ആ വീട്ടിൽ നിന്ന് നമുക്ക് പറപ്പിക്കാന്ന് പറയാം. ഇതൊക്കെ വല്ലാതെ നടക്കുന്ന കാര്യമാണോ? എന്തോടെ നടന്നുകൂടാ? മോള് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജനേനല്ല അപർണേനെ അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഫോൺ ചെയ്തിട്ട് അങ്ങോട്ട് വരുമ്പോഴാണ് നിരഞ്ജനെ അങ്ങോട്ട് പാലൊക്കെ ആയിട്ട് മുറിയിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും ഡാഡി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് നിരഞ്ജനോട് ആഹാ പാലൊക്കെ ആയിട്ടാണല്ലോന്ന് പറയണ. അതെ ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയല്ലേ. ഓ അതുകൊണ്ടല്ലെന്ന് ചോദിക്കുകയാണ്. അല്ല എന്ത് പറ്റി എന്ന് ചോദിക്കണം. അപർണയുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത ഒന്നുമില്ലാന്ന് അപർണ പറയാണ്. അല്ല പാലുമായിട്ട് പാനിട്ട് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചോന്ന് ചോദിക്കും. എന്ത് ശാന്തി മുഹൂർത്തം? ഞങ്ങൾക്കിടയിൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ശാന്തി മുഹൂർത്തത്തിന് ഫസ്റ്റ് നൈറ്റ് അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഞങ്ങള് ഒരു നല്ല ദിവസം നോക്കി ഇന്ന് കല്യാണം കഴിച്ചേ. അപ്പൊ പിന്നെ ഇന്ന് ശാന്തി മുഹൂർത്തം അല്ല, ഇന്ന് തന്നെയാന്ന് പറയാം ഞങ്ങളുടെ. അതെ അന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് നിരഞ്ജന. ഇത് കണ്ടത് അപർണയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. അവള് മുറിയിലേക്ക് കയറി പോകുന്നു ആദ്യരാത്രി ആഘോഷിക്കാനായിട്ട്. നാണമില്ലാത്തവള് കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഒഴിവാക്കിയിട്ട് പോയവനവന്. ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഒരു പണി തന്നെ കൊടുക്കണം. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആകെപ്പാടെ തല പോയി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപർണ. ഈ സമയം ജാനകി മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് എന്നിപ്പം അബി ഇങ്ങനെ ലാപ്ടോപ്പിൽ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അബി ചോദിച്ചു, അതെ എല്ലാവരും കിടന്നോന്ന് ചോദിക്കുകയാണ്. നിരഞ്ജനെ ഞാൻ മുറിയിലേക്ക് വിട്ടണമെന്ന് പറയണം. ഇന്ന് ഞാൻ ആകെപ്പാടെ പേടിച്ചുപോയി. ഇപ്പോഴെനിക്ക് ശ്വാസം നേരെ വീണേ. അജയനെ കാണാതെ പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ലായിരുന്നു പറയണം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, ഇനിയിപ്പോ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ. കാര്യങ്ങളൊക്കെ മംഗളകരമായിട്ട് നടന്നില്ലെന്ന് ചോദിക്കാം. ഈ കല്യാണം മുടങ്ങിയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ? 2ാം തവണയല്ലേ ഇത് അജയുടെ വിവാഹം മുടങ്ങാൻ പോകുന്നേ. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് എത്രമാത്രം ടെൻഷനായിരുന്നു അറിയാവോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അഭിയേട്ടാ, ശരണല്ല ഇതിന്റെ പിന്നിൽ. ശരൺ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ തമ്പി ആയിരിക്കും എന്ന് പറയാം. അല്ലാതെ വേറെ ആരും ഇങ്ങനത്തെ ഒരു ചതി ചെയ്യത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും അഭി പറഞ്ഞു, ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലോ ആരാ എന്താ ചെയ്തതെന്ന്. ശരണല്ലേ എന്ന് വെല്ലുവിളി നടത്തിയിട്ട് പോയെന്ന് പറയാം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ശരൺ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇതിന്റെ പിന്നെ വേറെ ആരോ കിടന്ന് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അത് ആരാന്ന് കണ്ടെത്തണം അഭിയേട്ടാന്ന് പറയണം. ശരി തൽക്കാലത്തേക്ക് നീ കിടന്നുറങ്ങ്. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാട്ടോ. ഇനിയിപ്പോ എന്താണല്ലോ അപർണയുടെ കളികളൊന്നും നടക്കാൻ പോകുന്നില്ല. നിരഞ്ജനം ജാനകി നല്ല 8ന്റെ പണി തന്നെ കൊടുക്കും. ആ സുമകലാമയ്ക്കിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.